മാനം രക്ഷിക്കാനുള്ള വല്ല വകുപ്പും കണ്ടുപിടിക്കണോ വക്കീലേ? ഒരു പോയിന്റ് ഉണ്ട്. കോടതി അന്യായത്തിനെ സംബന്ധിച്ച് നിയമപരമായി വിവരങ്ങൾ ശേഖരിച്ചത് 1 വർഷത്തിന് ശേഷമായതുകൊണ്ട് വകുപ്പ് 9 പ്രകാരം അത് നിൽക്കില്ല, കമഴ്ന്നടിച്ചു വീഴും, കേസ് ചളമാവും. വകുപ്പ് 10 ക്രിമിനൽ നടപടി നിയമം 202 പ്രാധാന്യമുണ്ട്. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കണത്? അവന്റെയൊക്കെ ഒടുക്കത്തെ വകുപ്പ് നിയമവും. വക്കീലെ, ഈ കേസിലെ പരമാവധി ശിക്ഷ വെറും 3 മാസത്തെ തടവാ. എനക്കതറിയാം. നമ്മൾ എത്ര പ്രാവശ്യം ജയിലിൽ കടന്നതാ. അറിയാം. അനക്കറിയാം, ഓരറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ മന്ത്രിയായി. ഇപ്പൊ വിദ്യുച്ഛക്തി മന്ത്രിക്ക് വക്കാലത്ത് നാരായണൻകുട്ടീന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പത്രത്തിലെ തലക്കെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ സാർ? സാറിന് മെന്റൽ ആണെന്ന് പറഞ്ഞൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലോ? എടോ, ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തിയതിന്റെ ഊരാക്കൂട് കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ്. വക്കീലെ, വെള്ളത്തിൽ കിടക്കണ തവളയ്ക്ക് കരിക്ക് വെട്ടി കൊടുക്കല്ലേ. വക്കീല് പല വകുപ്പും പറയും. വല്ലത് നടക്കണ പോലീസിന്റെ വകുപ്പ് നടക്കൂ. അവനൊന്നും കോടതിയിൽ ഹാജരാവാൻ പാടില്ല, അല്ലേ സാർ? അങ്ങനെ വല്ലതും ചെയ്യും മിന്നല് ചന്ദ്ര.